വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ചിന്തകളിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ എബി തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. വജ്ര എന്തൊക്കെയോ ചിന്തകളിൽ കുടുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും. പ്രണവ് അത് തന്നെയാണ് അവളുടെ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാതിരിക്കുക, അല്ലാതെ മറ്റെന്ത്. ഇങ്ങനെയൊരു സമയത്ത് പറയാനിരുന്ന മറ്റൊരു സത്യമുണ്ട്. ഇന്നോളം ഞാൻ ഇവളിൽ നിന്ന് മറച്ചു വെച്ച ഒരേ ഒരു കാര്യം. വജ്രയും ബഷിയും ഒരുപോലെ നെറ്റി വിളിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. മനസ്സിലെ പിരിമുറുക്കം കൊണ്ട് വജ്രയുടെ കൈവിരലുകളിൽ എബി ഒന്നുകൂടി അമർത്തി പിടിച്ചു. ആളെങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക അത്രയേറെയുണ്ട്. അത് പ്രണവിന് ഇവളോടുള്ള ഫീലിങ്ങിനായിരുന്നു എന്ന് മുമ്പേ മനസ്സിലാക്കിയിരുന്നു ഞാൻ. ഞെട്ടിലോടെ വജ്ര അവന്റെ കണ്ണിലേക്ക് നോക്കി. ബഷീറിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എബി, അവിശ്വസനീയതയും ദേഷ്യവും സങ്കടവും കലർന്നിരുന്ന ആ വിളി. അവന്റെ കയ്യിൽ അവിടെ പിടി കൂടുതൽ ശക്തിയിൽ മുറുകി. സത്യമാണ് വജ്ര, നമുക്ക് പരസ്പരം സംസാരിക്കുന്ന അവസരം ഉണ്ടാക്കുക ഓടിയാണെന്ന ദിവസങ്ങളൊരിക്കൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനത് കാണുന്നത്. കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് വജ്രയുടെ സ്കാഫ് എടുത്ത് മുറുകെ പുറന്ന് ചുംബിച്ചുകൊണ്ട് പ്രണവ് നിന്നതും പ്രണയാർദ്രമായ അവളുടെ പേര് വിളിച്ചതും അത് കണ്ട് ഞെട്ടിയുന്ന സമയത്ത് പുറത്തു വെച്ച് മറ്റൊരുത്തന്റെ കോളിൽ പിടിച്ചുലച്ച് ബഷീർ അവൻ ആരോപിച്ച കാര്യങ്ങൾ മുഖത്തടിക്കും പോലെ വജ്ര മറുപടി കൊടുത്ത മടക്കം ആ നിമിഷേബി അവർക്ക് മുമ്പിൽ പറഞ്ഞു തീർത്തു. ഞാനതെങ്ങനെ പറയായിരുന്നു വജ്ര? അവന്റെ വായിൽ നിന്ന് ആ സത്യം നീ അറിയും വരെ ഞാൻ കാത്തിന്ന് ഉള്ളിലെ പേടികൊണ്ട് തന്നെയാണ്. നിനക്ക് അവനോടുള്ള സ്നേഹത്തൊരു സംശയരോഗിയെ പോലെ ഞാൻ അളന്നു നോക്കും പോലെ നിനക്ക് തോന്നുന്നു എന്നോർത്ത് ദിവസങ്ങളോളം ടെൻഷനിലായിരുന്നു ഞാൻ. എൻ്റെ സ്നേഹത്തിലെ സെൽഫിഷ്നെസ്സും കോംപ്ലക്സും ആണെന്ന് കരുതി പോകില്ലേ നീ? എന്നോടുള്ള നിന്റെ സ്നേഹത്തിലൊരു കരടായതെങ്ങനെ? ഇല്ല, പറ്റില്ലായിരുന്നു എനിക്ക്. സ്റ്റെപ്പിലേക്ക് ഇരുന്ന് പോയിരുന്ന അവൾ അപ്പോഴേക്കും എബി ദയനീയമായി ബഷീറിനെ നോക്കി. കണ്ണുകൾ കൊണ്ട് സാരമില്ലെന്ന് അവനെ ആശ്വസിപ്പിച്ച ശേഷം വജ്രക്കരികിൽ ബഷീറും ഇരുന്നു. വജ്ര, എബിയുടെ നേർമയോടെയുള്ള വിളി കേട്ട് നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ നോക്കി. അതിനുശേഷം എന്റെ മുമ്പിൽ വെച്ച് എന്നെ എത്ര തവണ ഇൻസൾട്ട് ചെയ്തു എബി നിന്നെ അവൻ. എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും നീ എനിക്കൊരു സൂചന പോലും. എബിയെ ഞാൻ സംശയിക്കുന്ന കരുതിയത് എന്തിനാ? അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയത്? ഈ മനസ്സ് മുഴുവനായിട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ സ്നേഹിച്ച്. ജീവനെ പോലെ സ്നേഹിക്കുന്നവരുടെ എതിർപ്പ് നോക്കാതെയാ കൂടെ ഉണ്ടാവുന്ന വാക്കെന്നു. ഞാനെന്തിന് എബിയെ സംശയിക്കണം? ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് എബിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളല്ലേ? കിതച്ചു പോയിരുന്ന അപ്പോഴേക്കും എന്തു പറയണമെന്നറിയാതെ അവൾക്കരികിലേക്ക് ഇരുന്ന് തലയിൽ വെച്ചിരുന്ന കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോഴേക്കും തട്ടി മാറ്റിയവൾ. ബഷീർ നെറ്റിയിൽ വിരലുരസി നിസ്സായതോടെ എബിയെ നോക്കി. അവൻ ഇനി എന്നാ നിന്നെ അവൻ മനസ്സിലാക്കുക? എന്നെ മനസ്സിലാക്കുക, നമ്മുടെ സ്നേഹം തിരിച്ചറിയുക. കാൽമുട്ടിലേക്ക് രണ്ട് കൈയും കുത്തിവച്ചതിൽ തല താങ്ങി പിടിച്ച് മുഖം താഴ്ത്തിയവൾ ദേഷ്യവും സങ്കടം കൊണ്ട് പറയുമ്പോൾ ശബ്ദം ഉയർന്നിരുന്നു. വജ്ര. ഇടറിയ ശബ്ദത്തോടെ എബിയും ബഷീർ ഒരുപോലെ വിളിച്ചപ്പോൾ അന്നോളം നെഞ്ചിൽ കൊണ്ടുനടന്ന പ്രണവിന്റെ ശബ്ദത്തെ കാതുകൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിപ്പോയി. കേട്ടതൊക്കെ ഒരു സ്വപ്നമായിരുന്നെങ്കിൽ, എബിയെ അംഗീകരിച്ചുകൊണ്ട് ബഷീറിനൊപ്പം അവനിപ്പുള്ളിയുടെ ചിരിയോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര നെഞ്ച് വിങ്ങിപ്പോയി. അവൻ എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ ശ്വാസം മുട്ടും പോലെ തോന്നാ ബഷീർ? എൻ്റെ ഉള്ളിൽ എബിക്ക് പകരം മറ്റാരും ആ സ്ഥാനത്തേക്ക് വരില്ലെന്ന് പോലെ പ്രണവിൻ്റെയും നിന്നെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെങ്കിലും സ്നേഹിക്കാൻ കഴിയും? ഒന്ന് പറ അവനോട്. മുഖം പൊത്തി ഒരിക്കൽ കൂടി നിലതെറ്റിയവൾ കരഞ്ഞു. എബി അവളുടെ കൈകൾ ബലം പ്രയോഗിച്ച് തന്നെ അടർത്തി മാറ്റി. നീ അല്പം സമയം താമസിച്ച ഞങ്ങൾക്ക് അവനെ തിരുത്താൻ, പറഞ്ഞു മനസ്സിലാക്കാൻ, അങ്ങേയറ്റം വരെ ശ്രമിക്കാൻ ഞാനും. അവനുള്ള വാശിയും ഭയം തീർക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗ്ഗം നമ്മൾ തമ്മിൽ ഇഷ്ടം എന്നാണ് അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതങ്ങനെയെങ്കിലും തെളിയിക്കാൻ ഞാൻ എന്ത് വേണം നിങ്ങൾ പറ. ജീവൻ കളയുന്നൊഴിച്ച് ഞാൻ എന്തും ചെയ്യാം. എനിക്ക് നിന്നെ വേണം. സമാധാനമായിട്ട് നമുക്ക് ഒരുമിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അല്ലാതെ എനിക്ക് നിന്റെ ഈ കണ്ണീരവസ്ഥയും കാണാൻ വയ്യടി. ഒരു കൈ കൊണ്ട് അവിടെ കവിൾ പൊതിഞ്ഞു പിടിച്ച് എബി ഇടർച്ചയോടെ പറഞ്ഞിരുത്തുമ്പോഴേക്കും ബഷീർ അവന്റെ തോളിൽ പതിയെ പിടിച്ചു. അപ്പോഴും വജ്രയിൽ നിന്ന് നോട്ടം മാറ്റിയില്ലവൻ. ആളും കണ്ണു നിറച്ചവന്റെ മുഖം നോക്കി ചലനം പറ്റിയിരുന്നു. എബി, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെ പ്രണവ്. അവന് ഏറ്റവും വെറുത്തിരുന്ന നീ തന്നെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടതിന് അവകാശിയായി മാറിയത് അംഗീകരിക്കാനോ അവന്റെ സ്നേഹങ്ങൾ നിഷേധിക്കുന്നത് താങ്ങാനോ അവന്റെ മനസ്സിന് കഴിഞ്ഞിട്ടില്ല. എന്റെ ചങ്കിവിടച്ച ഞാൻ അവനെ നെഞ്ചിൽ ചവിട്ടിയത്. പോരാ നേരത്തും കോളറിൽ കുത്തിപ്പിടിച്ച് അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു നോക്കി. എന്നെ എതിർത്തൊരു വാക്കുപോലും പറഞ്ഞില്ല അവൻ. പക്ഷേ നിന്നെ വിശ്വസിക്കില്ലെന്നും ഇവള് നിന്റെ ചതിക്ക് വിട്ടുകൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കരയുകയും ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. അവനെ കണ്ടിട്ട് എനിക്ക്. ബഷീറിന്റെ ശബ്ദം ഇടമുറിയുമ്പോൾ വജ്രയുടെ തേങ്ങളുടെ ശക്തിയും കൂടി. എബി നിസ്സായതോടെ ഉള്ളിലെ കലിയും സങ്കടം അടക്കി നിർത്തി നെടുവീർപ്പോടെ വജ്രക്കരികിൽ തന്നെ ഇരുന്നു. പക്ഷേ പറഞ്ഞു മനസ്സിലാക്കിയേ പറ്റൂ. നിന്നെ അവൻ അംഗീകരിക്കും എബി. ഇവള് പറഞ്ഞ പോലെ ഒരുപാട് നീ കണ്ണീരണ്ടിൽക്കാൻ പറ്റില്ലടാ അവന്. അവന്റെ ഉള്ളിൽ തോന്നി ആ നെറുകയുടെ ഓർക്കുമ്പോൾ തന്നെ കാലി തീരും വരെ തല്ലാൻ തോന്നുന്നുണ്ട്.
അങ്ങനെയൊക്കെ തള്ളി മാറ്റാൻ കൈ തരിക്കുന്നുണ്ട്. പക്ഷേ അവനും മരിക്കും വരായിട്ട് എനിക്ക് കഴിയില്ല എബി. എന്നെ നെഞ്ചിനകത്താ ഇതുങ്ങളെ രണ്ടും കൊണ്ടടക്കുന്ന ഞാൻ. അവനില്ലാതെ, അവൻ്റെ ചിരിയില്ലാതെ ഓർക്കുമ്പോൾ ചങ്ക് പിടയാ. എബിയും വജ്രയെ ഒരുപോലെ ബഷീറിനെ നോക്കി. മൂവരും വല്ലാത്ത മാനസികാവസ്ഥയിൽ പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവനോട് പൊറുക്കാൻ പറ്റില്ല ബഷീർ. അവനെ ജീവനെ പോലെ സ്നേഹിച്ചത് തന്നെ അവൻ തന്നെ ഇല്ലാതാക്കി. ഇനി പ്രണവിന് എൻ്റെ മനസ്സിൽ പഴയ സ്ഥാനം ഉണ്ടാവണമെങ്കിൽ എബി അവൻ അംഗീകരിക്കണം. മനസ്സിൻ്റെ ഒരു അംശം കൊണ്ട് പോലും എന്നെ അത്തരത്തിൽ അവൻ ആഗ്രഹിക്കാൻ പാടില്ല. എന്നവൻ അതിന് സാധിക്കുന്നോ അന്നേ ഞങ്ങൾ തമ്മിലൊരു സംസാരം പോലും ഉണ്ടാവും. അത്രയും പറഞ്ഞ് പ്രണവിനോടുള്ള സ്നേഹം മുഴുവൻ മനസ്സിനുള്ളിലെ കനലിൽ നിന്ന് മണിക്കൂറുകൾ കൊണ്ട് ഉയർന്നു വന്ന അകൽച്ചയുടെ പാലയിൽ സ്വതന്ത്രമാകരുതെന്ന് കൽപ്പിച്ചുകൊണ്ട് ഒരാണി കൊണ്ട് അടിച്ചു വെച്ചു. നെഞ്ചിനുള്ളിൽ ചോര പൊടിഞ്ഞത് അവൾക്ക് മാത്രമേ കാണുകയുള്ളൂ എന്ന് വൃഥാ ധരിച്ചു വെച്ചപ്പോൾ അരികിൽ നിൽക്കുന്ന എബിയും ബഷീറും ആ കണ്ണുകളിൽ നിന്നത് വായിച്ചെടുത്തു. അവളോട് പറയാനൊരു വാക്ക് തിരഞ്ഞ കയ്യിൽ പിടിച്ചതും കൺകോണിൽ എതിർദിശയിൽ ഒരു രൂപം പതിഞ്ഞു. ആളെ തിരിച്ചറിഞ്ഞ് എബി ഒന്ന് ദീർഘശ്വാസമെടുത്ത് പതിയെ മുഖചരിച്ചു. ബഷീറിന്റെ കൈ വജ്രയുടെ തോളിൽ അമർന്നിട്ടുണ്ട്. ഇരുവരെയും ഒന്ന് നോക്കിയ ശേഷം അവരുടെ കണ്ണെത്തി നിൽക്കുന്നിടത്ത് അവളുടെ നോട്ടവും ചെന്ന് നിന്നു. പ്രണവ് അടക്കാനാവാത്ത നോവോടെ കണ്ണു നിറച്ച് അവളുടെ മുഖത്തേക്കും കനി നിറച്ച് എബിയുടെയും അവനവന്റെ കയ്യിൽ കോർത്തു പിടിച്ചിരിക്കുന്ന അവളുടെ കൈയിലേക്കും നോക്കി നിൽക്കുകയാണ്. താൻ പറഞ്ഞ അത്രയും കേട്ടിരിക്കുന്നെന്ന് വജ്രയ്ക്ക് മനസ്സിലായി. പ്രണവിന്റെ കണ്ണുനീർ കത്തിമുനിയായി നെഞ്ചിൽ കോറുന്നുണ്ട്. ആ വേദന അമർത്തി വെച്ച് എബിയുടെ കൈ അവൾ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അവൻ കാണത്തക്ക വിധത്തിൽ തന്നെ. ബഷീർ നെറ്റിയിലൊന്ന് വിരലുരസി കണ്ണൊന്ന് അടച്ചു തുറന്ന് നെരിവേർപ്പെട്ടു. വജ്രയുടെ കണ്ണിലെ ഭാവം കണ്ട് എബിയും വല്ലാതെയായി. ഹൃദയത്തിലേക്ക് ഒരു മിന്നൽ പാഞ്ഞു പോലെ പിടഞ്ഞു പോയിരുന്നു പ്രണവ്. ശ്വാസം കിട്ടാത്ത പോലെ. ബഷീർ തേങ്ങലോടെ കണ്ണിലേക്ക് നോക്കി മൗനമായുള്ള വിളി ബഷീറിന് കേൾക്കാമായിരുന്നു. പൊള്ളലേറ്റതുപോലെ തോന്നിയവന് ഇന്നോളം താനും വജ്രയും പ്രണവും ഒരൊറ്റ മനസ്സായി നിന്നിരുന്ന ഫ്രെയിമിൽ നിന്ന് പ്രണവിന്റെ സ്ഥാനം ശൂന്യമാക്കി അവിടെ എബി. സഹിക്കാനാവില്ലവന് അറിയാം. പക്ഷെ പ്രണവ്, നിനക്ക് പകരം നീയല്ലാതെ മറ്റാരുമില്ല ഞങ്ങൾക്കെന്ന് എന്നാണ് ഇനി നീ ചിന്തിക്കുക. മൗനമായി തിരിച്ചു ചോദിച്ച അതായിരുന്നു. ഞാൻ എന്നെ തള്ളിക്കളഞ്ഞു. എനിക്ക് പകരം ഇവന് നിനക്കിപ്പോ എന്നെ വേണ്ടതായോ ബഷീർ? പ്രണവ് ആരുമല്ലാതായോ? വേണ്ട, ഇത് വേണ്ട ബഷീർ, നമ്മൾ മതി. ഇവൻ ചതിക്കുണ്ടാ വജ്രേ. പൊന്നുപോലെ ഞാൻ നോയിക്കോളാടാ. ആരെക്കാളും എനിക്കല്ലേ ഇവളെ സ്നേഹിക്കാൻ പറ്റുക? പറയടാ, ഇവളോട് പറയടാ. ബഷീറിന്റെ തോളിൽ പിടിച്ചു വലിച്ച് പറഞ്ഞ പ്രണവിന് മറ്റൊന്നും ചിന്തിക്കാതെ ഓടിച്ചെന്ന് കോളറിൽ പിടിച്ചു വലിച്ച് പുറകിലേക്ക് തള്ളിയതും എബി! ബഷീറിന്റെ ശബ്ദം അത്രമേൽ ഉച്ചത്തിൽ ഉയർന്നു. അരിശം കത്തി കയറി നിലതെറ്റി നിന്നിരുന്ന എബി ആ ഒരൊറ്റ വിളിയിൽ ആത്മനിയന്ത്രണം തിരിച്ചു പിടിച്ച് ബഷീറിനെ തിരിഞ്ഞു നോക്കി. വലിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന അവനെ കണ്ട് പല്ലി ഞെരിച്ചമർത്തി ദേഷ്യം അടക്കി നിർത്തി ചുരുട്ടി പിടിച്ചിരുന്ന മുഷ്ടി കുടഞ്ഞെറിഞ്ഞ് വജ്രയിലേക്ക് കണ്ണുകൾ പായിച്ചു. പ്രണവ് വീണത് കാണാൻ വയ്യുന്ന പോലെ എബിയുടെ ആ നീക്കാവളിൽ സങ്കടം തീർത്തുന്ന പോലെ കൈരണ്ടും തലക്കൊടുത്ത് സ്റ്റെപ്പിലിരിക്കുകയാണ് അവൾ. അങ്ങേയറ്റത്ത് നിസ്സഹായത. എബിക്ക് മനസ്സിലാവും അത്. പക്ഷേ താൻ ചതിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഇപ്പോഴും അലർന്നവനെ കണ്ട് സംയമനം പാലിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഇനിയും അവന് നെഞ്ചിൻ കൂടി ചവിട്ടി പൊളിക്കാനാണ് തോന്നുന്നത്. ബഷീറിന്റെ ശബ്ദമുയർത്തിയുള്ള ആ താക്കീത് ഉള്ളിലൊരു വേലിയേറ്റം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ആർക്കിടയിൽ താനെന്നും ഒരു ഔട്ട്സൈഡർ തന്നെയാണെന്ന് പറയാതെ പറഞ്ഞ ശാസനയാണത്. വജ്രക്ക് പ്രണവിനോട് അങ്ങേയറ്റ ദേഷ്യവും വാശിയുമുണ്ട്. പക്ഷെ അവൾക്കുള്ളിൽ നിന്ന് അവനോടുള്ള സ്നേഹം പിഴുതെടുത്ത് കളയാൻ ഈ ജന്മ അവൾക്ക് ആവില്ലെന്നും തനിക്കറിയാം. അത്രമേൽ സ്നേഹിച്ച കൂടപ്പിറപ്പാണ് അവൾക്കവൻ. ആ കനൽ കെട്ടടങ്ങില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ തന്റെ മുമ്പിൽ വേച്ച് വീണുപോയ പ്രണവിന്റെ മുഖം നേരിടാൻ ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. നിനക്ക് വേണ്ടി മാത്രം ക്ഷമയുടെ അങ്ങേയറ്റത്തെത്തി നിയന്ത്രണം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് വജ്ര ഞാൻ. വീണ്ടും അവൻ പറയുന്ന കേൾക്കുന്നില്ലേ നീ? എങ്ങനെ ഞാൻ കേട്ടിരിക്കും? നിന്നെ ഞാൻ ചതിക്കുകയാണെന്ന് പറയുന്ന നാവിനെ അരിഞ്ഞെടുക്കാൻ തരിക്കുന്നതിന് എൻ്റെ കൈ ചെയ്യാത്ത നിങ്ങളോർത്ത് തന്നെയാ. എൻ്റെ ക്ഷമിച്ചൊരു പരിധിയില്ലേ? കരഞ്ഞിറങ്ങിയ കണ്ണുകളോടെ താഴ്ചയോടെ മുഖമേറി തന്നിലേക്ക് നോക്കിയ വജ്രയോട് മൗനമായി അലറുകയായിരുന്നു അവൻ. ആ ഭാവം വായിച്ചെടുത്ത് എബി ദയനീയമായി നോക്കിയ ശേഷം നെഞ്ചിരിപ്പോടെ കുറച്ച് അപ്പുറത്തേക്ക് നോക്കി. വീണെടുത്ത് എഴുന്നേൽക്കാതെ കിതപ്പോടെ കണ്ണുകൾ നിറച്ച് ചങ്ക് താർന്ന പോലെ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് പ്രണവ്. കൺമുമ്പിൽ വെച്ച് എബി തന്റെ മേൽ കൈവച്ചിട്ടും ഒരക്ഷരം ഉരിയാടാതെ നിൽക്കുന്നവളെ കണ്ട് ശരീരത്തിലെ ഓരോ അണുവിലേക്കും സൂചി മുന ആഴ്ന്നിറങ്ങുന്ന പോലെ വേദന കടിച്ചമർത്തി അവന്റെ കൺപീലികൾ തളർച്ചയോടെ ഒന്ന് അടഞ്ഞു തുറന്നു. വജ്ര എന്ന് അതിദയനീയമായ വിളി ആ കണ്ണുകളിൽ അവൾ കണ്ടു. അലസമായി മുഖം തിരിക്കുമ്പോൾ ഉള്ളിലൊരു ശക്തമായ തിര ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ബഷീർ എബിയെ തറപ്പിച്ചു നോക്കിയാണ് പ്രണവിനരിയിലേക്ക് നടന്നെത്തിയത്. കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റാതെ തന്നെ പ്രണവിന് നേരെ കൈ നീട്ടി അവനെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ പറഞ്ഞ വാക്കുകൾ നീ പ്രതികരിച്ചു പോകും, ശരിയാണ്. പക്ഷേ
പരസ്പരം കയ്യാങ്കളി വേണ്ട ബി. അതിനല്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എത്രയായാലും എന്തൊക്കെയായാലും മറ്റൊരുത്തൻ്റെ കൈവിൻ്റെ നേർക്ക് വരുമ്പോൾ എൻ്റെ സ്വാർത്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് തടഞ്ഞു പോകും. ഈ കണ്ട കാലം മുഴുവൻ എൻ്റെ ഇടവും വലമായി നിന്നവരോട് എനിക്കുള്ള ആത്മാർത്ഥയാണത്. ആ വിശ്വാസത്തിലും ആഴത്തിലുള്ള സ്നേഹത്തിലും മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി വജ്രയെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവനും കരട് വീഴ്ത്തിയ മറന്നിട്ടൊന്നുമല്ല. എൻ്റെ നെഞ്ചിൽ നിറച്ചു വെച്ച ഇവരുള്ള സ്നേഹത്തിൽ എൻ്റെ ജീവനുണ്ട്. കരൾ പറിച്ചു കൊടുത്ത് കൂട്ടിച്ചേർത്ത് വെച്ച ഈ ഫ്രണ്ട്ഷിപ്പ് ആ ജീവനോളം പൊതിഞ്ഞു പിടിച്ച് നടന്നിട്ടേ ഉള്ളൂ ബഷീറിനവരെ. അതെൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എബി. അതുകൊണ്ട് എൻ്റെ കൈ നിന്നെ തടയാൻ പൊങ്ങുക തന്നെ ചെയ്യും. എബിയുടെ ചുണ്ടിൽ നോവുകയെന്ന പരിഹാസിച്ചിരി തെളിഞ്ഞു. അവന്റെ കണ്ണിൽ നീർത്തിളക്കം കണ്ട് ബഷീറിന്റെ ചങ്കൊന്ന് കൊളുത്തി വലിച്ച പോലെ തോന്നി. പക്ഷെ പ്രണവ് അവന്റെ മേൽ മറ്റൊരാൾ കൈവെക്കുന്നു അത് കാണാൻ കഴിയുമായിരുന്നില്ല. ഉള്ളിലെ സങ്കടവും ദേഷ്യം അമർത്തി പിടിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന പ്രണവിനെ ബഷീർ രോഷത്തോടെ നോക്കി. ഈ ലോകത്തെ അല്ലെന്ന പോലെ പരിസരബോധം നഷ്ടപ്പെട്ട പോലെ കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ടവൻ. വജ്രയിലേക്ക് നോക്കി. 1000 ചോദ്യങ്ങളുണ്ട് ആ കണ്ണിൽ. കണ്ണി മനക്കാതെ നീ എൻ്റെ അല്ലേ, നമ്മളൊന്നല്ലേ, എല്ലാം മറന്നു നീ. എന്നെക്കാൾ വലുതായിട്ട് അവനെ എങ്ങനെ കഴിയുന്നു വജ്ര? മരിച്ചു പോകുമ്പോൾ തോന്നുന്നുണ്ടടി. നീ കണ്ടില്ലേ അവന്റെ കൈ എൻ്റെ മേലെ പതിഞ്ഞു. ഒരു നോക്കോട്ട് പോലും എതിർക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക്. മനസ്സിന്റെ പുലമ്പൽ കണ്ണിലൂടെ ഒഴുക്കി വിടുന്ന പ്രണവിനെയും അവന് മുഖം കൊടുക്കാതെ മറ്റെങ്ങോ നോക്കി കരച്ചിൽ അടക്കി പിടിച്ചു നിൽക്കുന്ന വജ്രയെയും ഒരിക്കൽ കൂടി ബഷീർ മാറി മാറി നോക്കി. ഉള്ളിൽ ഇരമ്പുന്നുണ്ടൊരു കടല്. അതിന്റെ ശക്തി കയ്യിലേക്കും കണ്ണിലേക്കും പ്രവേശിച്ചെന്ന പോലെ അങ്ങേയറ്റത്തെ സങ്കടവും ദേഷ്യവുമായി പ്രണവിന്റെ തോളിൽ പിടിച്ചവൻ തനിക്ക് അഭിമുഖമായി നിർത്തി. ശക്തമായ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ് ഞെട്ടിയുണർന്ന പോലെ ബഷീറിന്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കി. പറഞ്ഞു തന്നെ വീണ്ടും പറയിപ്പിക്കരുത് പ്രണവ്. വജ്ര എബിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, തിരിച്ചവനും. ആ സത്യം നീ അംഗീകരിച്ചേ പറ്റൂ. ഇത് അവളുടെ ജീവിതമാണ്. തീരുമാനമെടുക്കാൻ മുഴുവനായിട്ട് അവൾക്ക് മാത്രം അവകാശമുള്ള ഒരു ഘട്ടം. അതിൽ തെറ്റും ശരിയും നല്ലതും ചീത്തയെല്ലാം ആലോചിച്ച് തീരുമാനമെടുത്ത് നിൽക്കുവാണിപ്പോൾ അവള്. ഈ കാര്യത്തിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പോലും താല്പര്യത്തിനല്ല പ്രധാനം. അവളുടെ മനസ്സ്, അവളുടെ ഇഷ്ടം. ആരുടെ കൂടെ ലൈഫ് ഷെയർ ചെയ്യണമെന്നുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നാളിതുവരെ ഒരേ മനസ്സായി കൂടെ നടന്ന് അല്ലെങ്കിൽ പ്രാണനെ പോലെ സ്നേഹിച്ചു എന്നൊക്കെ ഉള്ളതൊന്നും ഒരിക്കലും ഒരു അവകാശമോ അധികാരമോ അല്ല. നിന്റെ മനസ്സുകളിലേക്ക് കൈവിട്ട് പോയി തോന്നിയപ്പോഴേക്കും ഒരു നോക്കിനപ്പുറം, ഒരു വിളിക്കപ്പുറം എന്തിന് കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ ഞാൻ? ഒരു മൺതരിയായി പോലും ബാക്കിയില്ല നിന്റെ ഈ നശിച്ച ചിന്തകള് ഇത്രയ്ക്ക് നിന്നെ തളർത്തു മുന്നേ വിയരോട് എടുത്തു കളഞ്ഞേനെ ഞാൻ. എന്നിട്ടിപ്പോ നിനക്ക് വേണ്ടി ഞാൻ ഇവളോട് ഈ നെറിയതിനു വേണ്ടി സംസാരിക്കണല്ലേ? ഞാൻ പറയണ അവളോട് നിന്നെ സ്നേഹിക്കാൻ അല്ലേടാ? അന്നുവരെ ഉയരാത്ത ബഷീറിന്റെ ശബ്ദമുയർന്നു. പ്രണവിന്റെ കോളർ പിടിച്ചിളിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ തീയാളുന്നുണ്ടോ ആ നോട്ടത്തിൽ നിന്ന് പോലും തോന്നിപ്പോയി പ്രണവിനെ എബിക്കും വജ്രയ്ക്കും. തന്റെ മേലേക്കുന്ന ബഷീറിന്റെ 2 കൈകളിലും പതിയെ പ്രണവിന്റെ കയ്യാമരുന്നു. അവന്റെ കണ്ണിൽ കണ്ണുനീരിനൊപ്പം വല്ലാത്തൊരു അമർഷം നിറയുന്നതും കണ്ട് വജ്രയുടെ ഉള്ളുവിറച്ചെങ്കിൽ എബി അത് പ്രതീക്ഷിച്ച പോലെ പ്രണവിന്റെ ആ ഭാവത്തെ തറപ്പിച്ചു നോക്കി നിന്നു. കണ്ണുനീർ പാടകെട്ടി കാഴ്ചക്ക് മങ്ങലേൽപ്പിച്ചെങ്കിലും ബഷീറും പ്രണവും നേർക്കുനേർ നിൽക്കുന്ന ആ ദൃശ്യം ആളുടെ തലച്ചോറ് അത്രമേൽ തെളിമയോടെ മനസ്സിന്റെ ചുമലിൽ പച്ചകുത്തി തുടങ്ങി. വയ്യ, ഇതൊന്നും ഇങ്ങനെയൊന്നും കാണാൻ, അഭിമുഖീകരിക്കാൻ. സംഭരിച്ചു വെച്ച ശക്തി പോരാതെയായിരിക്കുന്നു. മുഖം പൊത്തി വിങ്ങിപ്പോയി. അടുത്ത നിമിഷം എബിയുടെ കൈ അവിടെ കൈകളിൽ മുറുകി. മുഖത്തുനിന്ന് ബലമായി അവിടെ കൈവലിച്ചെടുത്ത് അവന്റെ കൈവളിൽ കോർത്തു വെച്ച നേരം പകപ്പോടെ അവനെ നോക്കിപ്പോയി വജ്ര. അവന്റെ മനസ്സിത് അംഗീകരിച്ചേ പറ്റൂ. അവനിനി എത്രയൊക്കെ ഷോ കാണിച്ചു കൂട്ടിയാലും എബിനും വജ്ര എന്ന ഇക്വേഷൻ മാറാൻ പോകുന്നില്ലെന്ന് അവന്റെ കണ്ണിലും മനസ്സിലും പതിപ്പിച്ചേ പറ്റൂ. എനിക്ക് നിന്നെ വേണം. നിന്നോടൊപ്പം എന്റെ ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യണം. അതവനെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിച്ചതിനെ അടങ്ങൂ. ഇപ്പൊ ഞാനും നീയും ചേർന്ന് നിൽക്കുന്ന ഈ പിക്ചർ അവന്റെ തലച്ചോറിൽ നിന്നും മായാതിരിക്കണം. ഇനി അത് മാറാൻ പോകുന്നില്ലെന്നും അവൻ മനസ്സിലാക്കണം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പതിയെ അവനെ തന്നെ ഒരുക്കിയെടുത്തേ പറ്റൂ. അല്ലാതെ എനിക്കോ നിനക്കോ മാത്രമല്ല, അവനും ബഷീറിന് പോലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. എന്റെ സ്നേഹം സത്യമാണെന്ന് അവന് ബോധ്യം വരും ഒരിക്കൽ. ആ ദിവസത്തിന് മാത്രമേ എന്നുള്ള അവന്റെ വെറുപ്പിനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂ. അതിനുശേഷം മാത്രമേ നമ്മളെ അവൻ അംഗീകരിക്കുകയുള്ളൂ. അവന്റെ ഉള്ളിലുള്ള നിന്നുള്ള ഈ ഇഷ്ടം പിന്നീട് അവൻ തന്നെ ഒതുക്കാനും മായ്ക്കാനും നോക്കിക്കോളും. എന്റെ മനസ്സിപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. ബഷീറിനെ തറപ്പിച്ച് നോക്കി നിൽക്കുന്ന പ്രണവിന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ പറയുന്ന കേട്ട് തലചരിച്ച് അവനെ നോക്കി പകപ്പോടെ നീന്നുപോയി വജ്ര. കണ്ണിൽ നിന്നിട്ട് വീണ കണ്ണീർ തുള്ളി പ്രണവിലേക്ക് ദൃഷ്ടി വായിക്കുന്ന നേരത്ത് കൈത്തണ്ടയിലേക്ക് തെറിച്ചു വീണിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.